ഹലോ ഓൾ, എജ്യൂമേഡ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കുന്ന സ്റ്റാറ്റിക് GK അതിലെ മുഴുവൻ ടോപ്പിക്കും അതിൽ ചോദിക്കാവുന്ന എല്ലാ ടോപ്പിക്കും കവർ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് അതിലെ പാർട്ട് 1 വീഡിയോയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യം, ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ആദ്യം എന്ന ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തേത് എങ്കിലേറ്റവും ഒന്നാമത് ചോദ്യം ഫസ്റ്റ് നാഷണൽ പാർക്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇതിൻ്റെ ആദ്യത്തെ പേര് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു. പിന്നെ ജിം കോർബറ്റ് എന്ന് പറയുന്ന ആളുടെ ആദരസൂചകമായി എന്ത് ചെയ്തു, പേര് മാറ്റി ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാക്കി. ഇത് നിലകൊള്ളുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലാണ്. വർഷം 1936 1936 ഇവിടെ കടുവകളെയാണ് സംരക്ഷിക്കുന്നത്. രണ്ടാമത് ചോദ്യം ഫസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത്? എല്ലാവർക്കും അറിയാം ഉത്തരം ആര്യഭട്ടയാണ് ഇന്ത്യ വിക്ഷേപിക്കുന്ന ആദ്യത്തെ ഉപഗ്രഹം. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ മാസം 19-ാം തീയതിയാണ് വിക്ഷേപിക്കുന്നത്. മിഷൻ അസ്ട്രോഫിസിക്സിലെ ഡെവലപ്മെൻ്റ് ആണ് എന്തിൻ്റെ മിഷൻ? ആര്യഭട്ട എന്ന് പറയുന്ന മിഷൻ കാരണം ഉദ്ദേശിച്ചത് അസ്ട്രോഫിസിക്സിലെ ഡെവലപ്മെൻറ്റ്. അടുത്ത് ഇതിനെ ലോഞ്ച് വെഹിക്കിൾ, ഇത് വിക്ഷേപിച്ച ലോഞ്ച് വെഹിക്കിളാണ് C1 ഇന്റർ കോസ്മോസ്. K ആണ്, ഇന്റർ കോസ്മോസ് എന്നാണ് പേര്. ലോഞ്ച് വെഹിക്കിൾ C1 ഇന്റർ കോസ്മോസ്. ലോഞ്ച്ഡ് പ്ലേസ് റഷ്യയിലാണ് എന്ത് ചെയ്തത്, വിക്ഷേപിച്ചത് റഷ്യയിലാണ്. ക്ലിയർ അല്ലേ? അതായത് ആര്യഭട്ട 1975 ഏപ്രിൽ 19-ാം തീയതി വിക്ഷേപിച്ചു. ആസ്ട്രോഫിസിക്സിലെ ഡെവലപ്മെൻ്റ് ആയിരുന്നു ഉദ്ദേശം. ലോഞ്ച് വെഹിക്കിൾ C1 ഇന്റർ കോസ്മോസ്, ലോഞ്ച്ഡ് പ്ലേസ് റഷ്യ. ഇനി ഇതിന് നേതൃത്വം നൽകിയത് ISRO ആണ് നേതൃത്വം നൽകിയത്. ISRO രൂപീതമായ വർഷം 1969 ഓഗസ്റ്റ് 15. ഇതിന് ഇപ്പോഴത്തെ ചെയർമാൻ കെ ശിവനാണ് ഇപ്പോഴത്തെ ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏത്? ഉത്തരം അപ്സര. ആൻസർ അപ്സര. ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഇൻ ഇന്ത്യ അപ്സര. ഇതിന് നേതൃത്വം നൽകുന്നത് ബാർക്കാണ്, ദാറ്റ് ഈസ് ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇത് ട്രോംബെയിലാണ്, മുംബൈ. അപ്പം പ്ലേസ് മുംബൈ. വർഷം 1956 ഇനാഗുറേറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു. Inaugurated by Jawaharlal Nehru. It's a pool type reactor. Which type? Apsara is which type of reactor? It is a pool type reactor. Next question. First place to get electricity. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ലഭിക്കുന്ന സ്ഥലം. First place to get electricity. The answer is Darjeeling. It's a hill station. It's a hill station. The state of West Bengal. മറ്റൊരു പദവി കൂടെ ഉണ്ട്. The first place to get a GI tag. The first GI tag ലഭിക്കുന്നതും ഡാർജിലിംഗിലെ ടീക്കാണ്. ഡാർജിലിംഗ് ടീ. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഫസ്റ്റ് പ്ലേസ് ടു ഗെറ്റ് ഇലക്ട്രിസിറ്റി ഡാർജിലിംഗ്, ദ പ്ലേസ് വെസ്റ്റ് ബംഗാൾ, ദ ഫസ്റ്റ് GI tag
ഇന്ത്യയിൽ നൽകുന്ന ആദ്യത്തെ GI ടാഗ് ഡാർജിലിംഗ് ടീക്കാണ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ബംഗാൾ ഗസറ്റ് ആണ്. ബംഗാൾ ഗസറ്റ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഫൗണ്ടഡ് ബൈ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. The first Hindi newspaper, it is Udanda Martanda. Udanda Martanda is the first Hindi newspaper in India. It is founded by Pandit, it's അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും കേട്ടിരിക്കുക, പണ്ഡിറ്റ് ജുഗൽ കിഷോർ ശുക്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്, ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. ആൻസർ നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ്. സ്റ്റേറ്റ് തമിഴ്നാടു, കേരളത്തിൻ്റെ കുറച്ച് ഭാഗം വരും, കർണാടകയും വരും. മെയിനായിട്ട് തമിഴ്നാട് തന്നെയാണ്, മെയിൻലി തമിഴ്നാട്. വർഷം ഇൻ ദ ഇയർ ഓഫ് 1986, 1986. ഇനി ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക്, ഇതിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി, ഇറ്റ് ഈസ് ദോഡബേട്ട. ദോഡബേട്ട is the highest peak in നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ക്ലിയർ അല്ലേ? ഇത് ദോഡബേട്ടയുടെ ഒരു വ്യൂ ആണ് കേട്ടോ. ഈ പിക്ചറും ഒരു ദോഡബേട്ടയുടെ വ്യൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച വർഷം, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ ഇടം പിടിച്ച വർഷം 2012. അടുത്ത ചോദ്യം അതുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിരിക്കണം. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഓസ്കാർ അവാർഡ്. ആദ്യമായി ഓസ്കാർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആരാണ്? ഉത്തരം ഭാനു അത്തയ്യ. വർഷം 1983 എന്ത് ലഭിച്ചത്? ഓസ്കാർ അവാർഡ് ലഭിച്ചത് 1983. അവാർഡ് ഫോർ കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ് ലഭിച്ചത്. കോസ്റ്റ്യൂം ഡിസൈനിങ് ഫോർ ദ മൂവി ഗാന്ധി എന്ന് പറയുന്ന മൂവിക്കാണ് ലഭിച്ചത്. ഗാന്ധി എന്ന സിനിമയ്ക്ക് വേണ്ടി കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനാണ് 1983 ഭാനു അത്തയ്യയ്ക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത്. ലഗാൻ പോലുള്ള സിനിമകളിലും കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തത് ഭാനു അത്തയ്യയാണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് മാൻ ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യ. ആൻസർ എല്ലാവർക്കും അറിയാം, ഉത്തരം അരുന്ധതി റോയ്. ബുക്ക് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ആണ് ബുക്ക്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് നൊബേൽ പ്രൈസ്. ഇന്ത്യയിൽ ആദ്യമായി നൊബേൽ സമ്മാനം ലഭിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ. ഗുരുദേവ് എന്ന പേരിൽ അറിയപ്പെടും, ഗുരുദേവ്. വർഷം 1913 ലഭിച്ചത് ഫോർ ലിറ്ററേച്ചർ അല്ലേ, സാഹിത്യത്തിനാണ് ലഭിച്ചത്. ലിറ്ററേച്ചറിനാണ് 1913 ലിറ്ററേച്ചറിൽ. ഏത് പുസ്തകത്തിന്? ഗീതാഞ്ജലി എന്ന പുസ്തകത്തിന്. എങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം, നൊബേൽ സമ്മാനം സ്റ്റാർട്ട് ചെയ്ത വർഷം 1901. അതും മറന്നു വരുന്നത്, 1901 സ്റ്റാർട്ട് ചെയ്യുന്നത്. നൊബേൽ സമ്മാനം 5 ഫീൽഡുകൾക്കാണ് എന്ത് ചെയ്യുന്നത്? അന്ന് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം നൽകുന്നത് 5 മേഖലകൾക്ക്. അടുത്ത ചോദ്യം 10, ഫസ്റ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ടു ഗെറ്റ് നൊബേൽ പ്രൈസ്. ഇന്ത്യയിൽ ആദ്യമായി നൊബേൽ സമ്മാനം കിട്ടുന്ന ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആര്? ഉത്തരം CV രാമൻ. വർഷം 1930 ലഭിക്കുന്നത് ഫോർ ദ വർക്ക് ഇൻ സ്കാറ്ററിംഗ്.
സ്കാറ്ററിങ് അല്ലെങ്കിൽ വിസരണം, മലയാളത്തിലാണെങ്കിൽ വിസരണം എന്ന് പറയും. സ്കാറ്ററിങ്ങിന് രാമൻ എഫക്റ്റിനാണ് ലഭിച്ചത്. രാമൻ എഫക്റ്റ്. ഫീൽഡ് ഓഫ് ഫിസിക്സ്, ദ ഫീൽഡ് ഓഫ് ഫിസിക്സ്. ക്ലിയർ അല്ലേ? 1930 സി വി രാമന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. സ്കാറ്ററിങ്, രാമൻ എഫക്റ്റ്, ഫിസിക്സ്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഭാരതരത്ന അവാർഡ്, ഇന്ത്യയിൽ ആദ്യത്തെ ഭാരതരത്ന അവാർഡ് ലഭിക്കുന്നത് 3 പേർക്കാണ് അല്ലേ? ഇന്ത്യയിൽ ആദ്യത്തെ ഭാരതരത്ന അവാർഡ് ലഭിക്കുന്നത് 3 പേർക്കാണ്. ഒന്ന് സി രാജഗോപാൽ ആചാരി. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ജനറൽ, ഇന്ത്യൻ ആയിട്ടുള്ള ആദ്യത്തെ ഗവർണർ ജനറലാണ് സി രാജഗോപാൽ ആചാരി. രണ്ടാമത് ലഭിക്കുന്നത് സി വി രാമൻ. 3 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. വർഷം 1954 ഇന്ത്യയിൽ ആദ്യത്തെ ഭാരതരത്ന അവാർഡ്. 1954 ആദ്യമായിട്ട് ഭാരതരത്ന അവാർഡ് നൽകുന്നത്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ദാദാ സാഹേബ് ബാൽക്കെ അവാർഡ്, ഇന്ത്യയിൽ ആദ്യത്തെ ദാദാ സാഹേബ് ബാൽക്കെ അവാർഡ് നൽകുന്ന വർഷം 1969. ആർക്ക്? ദേവികാ റാണി എന്ന് പറയുന്ന ഇന്ത്യൻ ആക്ട്രസ്. ഈ പിക്ചറിൽ കാണാൻ പറ്റുന്ന ദേവികാ റാണി ഇന്ത്യൻ ആക്ട്രസിനാണ് ആദ്യമായിട്ട് 1969 ദാദാ സാഹേബ് ബാൽക്കെ അവാർഡ് ലഭിക്കുന്നത്. ഹൂ ഇസ് ദാദാ സാഹേബ് ബാൽക്കെ? ആദ്യത്തെ ഫ്യൂച്ചർ ഫിലിം അല്ലേ, ഫുൾ ലെങ്ത് ഫ്യൂച്ചർ ഫിലിമായിട്ടുള്ള രാജാ ഹരിശ്ചന്ദ്രയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം ആരും തന്നെയായിരുന്നു? രാജാ ഹരിശ്ചന്ദ്രയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം ദാദാ സാഹേബ് ബാൽക്കെ ആയിരുന്നു. എങ്കിൽ രജനീകാന്തിൻ്റെ പടം എന്തിനിവിടെ നൽകിയിരിക്കുന്നു? അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏറ്റവും അവസാനം 2019 ദാദാ സാഹേബ് ബാൽക്കെ അവാർഡ് ലഭിച്ചത് രജനീകാന്ത്. ജൂറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? രജനീകാന്തിന് ദാദാ സാഹേബ് ബാൽക്കെ അവാർഡ് നൽകിയ ജൂറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആശാ ഭോസ്ലെ, ശങ്കർ മഹാദേവൻ, പിന്നെ നമ്മുടെ സ്വന്തം മോഹൻലാൽ. ഇത്രയും പേര് ചേർന്ന ഒരാൾ കൂടെ ഉണ്ട്. ഇവർ 4 പേര് ചേർന്ന ഒരു ജൂറി കമ്മിറ്റിയാണ് രജനീകാന്തിന് നൽകിയത്. ദാദാ സാഹേബ് ബാൽക്കെ അവാർഡിൻ്റെ ജൂറി കമ്മിറ്റിയിൽ അംഗം. 2019 ലഭിച്ചത് രജനീകാന്തിനാണ്. 2019 ലഭിച്ചത് രജനീകാന്തിന്. 2018 ലഭിച്ചത് അമിതാഭ് ബച്ചൻ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഫസ്റ്റ് ഇന്ത്യൻ മിസ് യൂണിവേഴ്സ് സുസ്മിത സെൻ. ഫസ്റ്റ് ഇന്ത്യൻ മിസ് യൂണിവേഴ്സ് സുസ്മിത സെൻ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ മിസ് യൂണിവേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇന്ത്യൻ മിസ് വേൾഡ് ഇറ്റ് ഈസ് റീത്ത ഫാരിയ. Rita Faria is the first Indian Miss World. She is ലോകത്തിലെ തന്നെ മിസ് വേൾഡ് ആയ ആദ്യത്തെ ഫിസീഷ്യൻ ആര് തന്നെയാണ്? ലോകത്തിലെ തന്നെ മിസ് വേൾഡ് ആയ ആദ്യത്തെ ഫിസീഷ്യൻ ആര് തന്നെയാണ്? റീത്ത ഫാരിയയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി മിസ് വേൾഡ് ആവുന്ന ഫിസീഷ്യൻ റീത്ത ഫാരിയ. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഡാം ഇൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും ആദ്യത്തെയുമായ ഡാം ഏത്? ഉത്തരം കല്ലണൈ ഡാം is the first dam in India. In which state? തമിഴ്നാടു. തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലാണ് കല്ലണൈ ഡാം. ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ആരുടെ ഭരണകാലത്താണ്? ചോള കിങ് ആയിട്ടുള്ള കരികാലൻ എന്ന് പറയുന്ന ചോള കിങ് ആയിട്ടുള്ള കരികാലനാണ് എന്ത് ചെയ്യുന്നത്? കല്ലണൈ ഡാം കിട്ടുന്നത് കാവേരി നദിക്ക് കുറുകെ. ഇത്രയും ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഡാം ഇൻ ഇന്ത്യ കല്ലണൈ ഡാം, സ്റ്റേറ്റ് തമിഴ്നാടു, തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലാണ്, ചോള കിങ് ആയിട്ടുള്ള കരികാലൻ, റിവർ കാവേരി. അടുത്ത ചോദ്യം,
ഫസ്റ്റ് സെൻസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സെൻസസ് 1881 സെൻസസ് ആണ്. ആ സമയത്തെ വൈസ്രോയി ലോർഡ് മേയോ പ്രഭുവാണ് ആ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി. ലോർഡ് മേയോ 1881 ആദ്യത്തെ സെൻസസ്. അദ്ദേഹം മരണപ്പെടുന്ന എവിടെ വെച്ചിട്ടാണ്? പോർട്ട് ബ്ലെയർ അല്ലേ? പോർട്ട് ബ്ലെയർ, ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. ആരാൽ കൊല്ലപ്പെട്ടു? എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത് ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? ഉത്തരം സുകുമാർ സെൻ. ഇറ്റ് ഈസ് സുകുമാർ സെൻ. വർഷം 1950 അദ്ദേഹം പോസ്റ്റിലാവുന്നത്. അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ 1951-52 കാലഘട്ടത്തിൽ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ സമയത്തും ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഹീസ് സുകുമാർ സെൻ. അദ്ദേഹം അപ്പോയിൻമെൻ്റ് ആവുന്ന വർഷം 1950 ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ നടക്കുന്നത് 1951-52 കാലഘട്ടത്തിലാണ്. അതും ആരുടെ കീഴിലായിരുന്നു? ആരുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കീഴിലായിരുന്നു? സുകുമാർ സെൻ ആയിരുന്നു. അടുത്ത ചോദ്യം, ഫസ്റ്റ് സൈലൻറ്റ് ഫിലിം. ഇന്ത്യയിലെ ആദ്യത്തെ സൈലൻറ്റ് ഫിലിം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സൈലൻറ്റ് ഫിലിം. ഉത്തരം അല്പം നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. രാജാ ഹരിശ്ചന്ദ്ര. നെയിം രാജാ ഹരിശ്ചന്ദ്ര. വർഷം 1913 എന്ത് ചെയ്യുന്നത്? രാജാ ഹരിശ്ചന്ദ്ര റിലീസ് ചെയ്യുന്നത് 1913. ഡയറക്ടറും പ്രൊഡ്യൂസറും ആര് തന്നെ? ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം ആര് തന്നെ? ദാദാ സാഹേബ് ബാൽക്കെ തന്നെയാണ് രണ്ടും ചെയ്തത്. ദാദാ സാഹേബ് ബാൽക്കെ തന്നെയാണ് പ്രൊഡ്യൂസർ കം ഡയറക്ടർ. അടുത്ത ചോദ്യം, ഫസ്റ്റ് ടാക്കി ഫിലിം അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രം. ഉത്തരം ആലം ആര is the first ടാക്കി ഫിലിം ഇൻ ഇന്ത്യ. ആലം ആര. വർഷം 1931. പഠിക്കാൻ എളുപ്പമുണ്ടല്ലേ? 1913 എന്ത് റിലീസായത്? രാജാ ഹരിശ്ചന്ദ്ര ഫസ്റ്റ് ഫീച്ചർ ഫിലിം, ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം. അതിലെ 13 എന്ത് ചെയ്താൽ മതി? 3-1 അതിൻ്റെ സ്ഥാനം മാറ്റിയാൽ മതി. 1931 എന്ത്? ആലം ആര. ഡയറക്ടർ ആരായിരുന്നു? ഡയറക്ടർ അർദേഷിർ ഇറാനി. അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്തതും അദ്ദേഹം തന്നെയാണ്. അർദേഷിർ ഇറാനി പ്രൊഡ്യൂസ് ചെയ്തതും അർദേഷിർ ഇറാനി അടുത്ത ചോദ്യം, ഫസ്റ്റ് കളർ ഫിലിം ഇൻ ഇന്ത്യ. ഫസ്റ്റ് കളർ ഫിലിം, ആദ്യത്തെ കളർ ഫിലിം ഇൻ ഇന്ത്യ. ഉത്തരം കിസാൻ കന്യ ഇസ് ദ ഫസ്റ്റ് കളർ ഫിലിം. വർഷം 1937 റിലീസ് ചെയ്യുന്നത്. ഡയറക്ടർ മോത്തി ബി ഗിഡ്വാനി. പ്രൊഡ്യൂസർ ആര് തന്നെ? അർദേഷിർ ഇറാനി തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ഡയറക്ടർ മോത്തി ബി ഗിഡ്വാനി, പ്രൊഡ്യൂസർ അർദേഷിർ ഇറാനി. 1937 ഫസ്റ്റ് കളർ ഫിലിം. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഇന്ത്യൻ ടു എൻ്റർ സ്പേസ്. ഇന്ത്യയിൽ ആദ്യമായി സ്പേസിൽ പോകുന്ന ആദ്യത്തെ പുരുഷനാരാണ്? രാകേഷ് ശർമ്മ അല്ലേ? രാകേഷ് ശർമ്മ. ഫസ്റ്റ് വിമൻ ഇന്ത്യൻ വനിതയായിട്ടുള്ള ആദ്യമായി സ്പേസിൽ പോകുന്നത് കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു എൻ്റർ സ്പേസ്, കൽപ്പന ചൗള. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ മൂന്നാമതിരിക്കുന്ന പിക്ചറിലുള്ള ആളെ എത്ര പേർക്ക് തിരിച്ചറിയാമെന്നുള്ളതാണ്. ഉത്തരം സിറിഷ ബണ്ടിലയാണ്. സിറിഷ ബണ്ടില ഇടക്കാല സമയങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഇവിടെ പോകുന്നത് ഇന്ത്യൻ വംശജയായിട്ടുള്ള സ്പേസിൽ പോകുന്ന രണ്ടാമത്തെ വനിതയാണ് ആര്? സിറിഷ ബണ്ടില. ക്ലിയർ അല്ലേ? സിറിഷ ബണ്ടില ഫസ്റ്റ് മാൻ ടു എൻ്റർ സ്പേസ്. രാകേഷ് ശർമ്മ ഫസ്റ്റ് വിമൻ ടു എൻ്റർ സ്പേസ്. കൽപ്പന ചൗള. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം,
ഫസ്റ്റ് ഇന്ത്യൻ ടു സ്കോർ 100 ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ കളിക്കാരനാര്? ഇദ്ദേഹം തന്നെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. ഹി ഈസ് ലാലാ അമർനാഥ്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ലാലാ അമർനാഥ്. ലാലാ അമർനാഥ്. ലാലാ അമർനാഥ്. ലാലാ അമർനാഥാണ് ഇന്ത്യയിലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യക്കാരൻ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയത് ആരാണ്? ലാലാ അമർനാഥ്. ഹീസ് ഫ്രം വിച്ച് സ്റ്റേറ്റ്? പഞ്ചാബ് സംസ്ഥാനത്തു നിന്നുള്ളതാണ്. പഞ്ചാബ് എന്ന സംസ്ഥാനത്തു നിന്നും വന്ന ആളാണ് ലാലാ അമർനാഥ്, ഫാദർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് മാഗ്സസെ അവാർഡ്. ആദ്യമായി മാഗ്സസെ അവാർഡ് ലഭിക്കുന്ന ഇന്ത്യക്കാരനായ? ഉത്തരം ആചാര്യ വിനോബാ ഭാവെ. ആചാര്യ വിനോബാ ഭാവെ. ആചാര്യ വിനോബാ ഭാവെ. ആചാര്യ വിനോബാ ഭാവെ. ക്ലിയറല്ലേ? 1958 എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. നിങ്ങൾ ദയവായി ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. വർഷം 1958 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അടുത്ത ചോദ്യം, ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ. ലോക്പാലിലെ ആദ്യത്തെ ഫസ്റ്റ് ലോക്പാൽ, ഇന്ത്യയിൽ ആദ്യത്തെ ഫസ്റ്റ് ലോക്പാൽ. ഉത്തരം പിനാക്കി ചന്ദ്രഘോഷ്. പിനാക്കി ചന്ദ്രഘോഷ്. പിനാക്കി ചന്ദ്രഘോഷ്. പിനാക്കി ചന്ദ്രഘോഷ്. ഇതിനെപ്പറ്റി പറയാൻ കുറേ ഉണ്ട്. ആന്ധ്രാപ്രദേശ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. സുപ്രീം കോർട്ട് ജഡ്ജിയായിരുന്നു. ഇദ്ദേഹം തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഹെഡായിട്ടൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്ഥാനമേറ്റിട്ടുണ്ട്. ഹീസ് പിനാക്കി ചന്ദ്രഘോഷ്, ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ. അടുത്ത ചോദ്യം, ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം എച്ച് ജെ കാനിയ. ഹീസ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എച്ച് ജെ കാനിയ. അദ്ദേഹത്തിൻ്റെ പീരീഡ് ഇൻ ഓഫീസ് 26 ജാനുവരി 1950 മുതൽ 6 നവംബർ 1951 വരെ. 6 നവംബർ 1951 വരെയാണ് അദ്ദേഹത്തിൻ്റെ പീരീഡ് ഇൻ ഓഫീസ്. 26 ജാനുവരി 1950 അദ്ദേഹം സ്ഥാനമേറ്റു. 6 നവംബർ 1951 അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഓഫീസ് വിട്ടു. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എച്ച് ജെ കാനിയ. അടുത്ത ചോദ്യം, ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യം. ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ ഹീസ് GV മാവ്ലങ്കർ. അദ്ദേഹത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1952 അദ്ദേഹം സ്പീക്കറായി. 1956 വരെ ഫസ്റ്റ് ഇലക്ഷൻ്റെ ഫസ്റ്റ് സർക്കാരിൻ്റെ സ്പീക്കർ അദ്ദേഹമായിരുന്നു GV മാവ്ലങ്കർ. 1952 അദ്ദേഹം സ്ഥാനമേറ്റു. 1956 വരെ അദ്ദേഹം എന്ത് ചെയ്തു? സ്പീക്കർ പദവി അദ്ദേഹം അലങ്കരിച്ചു. അടുത്ത ചോദ്യം, 27ാമത് ചോദ്യം, ഫസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ ഇന്ത്യയിൽ ആദ്യത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഉത്തരം ഈഡൻ ഗാർഡൻസ്. ഈഡൻ ഗാർഡൻസ് ഇസ് ദ ആൻസർ. ഈഡൻ ഗാർഡൻസ്, നോൺ ആസ് മെക്ക ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. മെക്ക ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന പേരിൽ അദ്ദേഹം എന്ത് ചെയ്യും? അറിയപ്പെടും. മെക്ക ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്, ഈഡൻ ഗാർഡൻസ്, ഫസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ ഇന്ത്യ. കൽക്കത്തയിലാണ്, വെസ്റ്റ് ബംഗാളിലാണ്. അടുത്ത ചോദ്യം, 28ാമത് ചോദ്യം, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ. ഉത്തരം വില്യം ബെൻഡിക് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഉത്തരം മൗണ്ട് ബാറ്റൺ അല്ലേ? ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ്. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, ലോർഡ് മൗണ്ട് ബാറ്റൺ. ഹീസ് ദ ഗവർണർ ജനറൽ ഓഫ് ആഫ്റ്റർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. the Governor General after the independence. First Governor General after the independence, he is Lord Mountbatten. The first ever Governor General, he is William Bentinck. അടുത്ത ചോദ്യം, ഫസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ് ആണ്. കാനിങ് പ്രഭു ആണ്. വർഷം 1900
1858 അദ്ദേഹം സ്ഥാനമേറ്റു. 1858 കാലാവധിയിൽ സ്ഥാനമേറ്റു. അദ്ദേഹം 1862 വരെ അദ്ദേഹം എന്തായിരുന്നു? ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. ലോർഡ് കാനിങ്, ആദ്യത്തെ വൈസ്രോയി ഓഫ് ഇന്ത്യ ലോർഡ് കാനിങ് 1858 മുതൽ 1858 മുതൽ 1862 വരെ എന്ത് ചെയ്തു? വൈസ്രോയി പദവി അലങ്കരിച്ച ആളാണ് ആര്? ലോർഡ് കാനിങ്. അടുത്ത ചോദ്യം, ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് 1727 സ്ഥാപിതമായി. കൽക്കത്ത GPO, കൽക്കത്ത ജനറൽ പോസ്റ്റ് ഓഫീസ്. കൽക്കട്ട GPO ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് എവർ പോസ്റ്റ് ഓഫീസ് ഇൻ ഇന്ത്യ. കൽക്കത്തയാണ് 1727 കൽക്കത്ത GPO. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോർട്ട്, അതും കൽക്കത്ത ഹൈക്കോർട്ട് തന്നെ. കൽക്കട്ട ഹൈക്കോർട്ട് തന്നെയാണ്. വർഷം 1862 എന്ത് കാരണം? 1861 1861 ഹൈക്കോർട്ട് ആക്ട് കാരണം. ഹൈക്കോർട്ട് ആക്ട് കാരണമാണ് എന്ത് വരുന്നത്? ഹൈക്കോർട്ട് ആക്ട് കാരണം. 1861 ഹൈക്കോർട്ട് ആക്ട് കാരണമാണ് എന്ത് വരുന്നത്? കൽക്കത്തയിലെ 1862 ഫസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ സ്ഥാപിതമാവുന്ന. അങ്ങനെയുണ്ട് ചോദ്യം, ഇപ്പോഴത്തെ നിലവിലെ ഹൈക്കോർട്ട്സ് ഇൻ ഇന്ത്യയുടെ എണ്ണം. നിലവിലെ ഇന്ത്യയിലുള്ള ഹൈക്കോർട്ടുകളുടെ എണ്ണം ഉത്തരം 25 ഹൈക്കോർട്ടുകൾ. 25 ഹൈക്കോർട്ടുകളാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ള ഹൈക്കോർട്ടുകളുടെ എണ്ണം. 1861 ഹൈക്കോർട്ട് ആക്ട് കാരണമാണ് കൽക്കത്തയിൽ 1862 ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോർട്ട് സ്ഥാപിതമാവുന്നത്. അടുത്ത ചോദ്യം, ഫസ്റ്റ് പൈലറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ്. ഫസ്റ്റ് പൈലറ്റ് ഇൻ ഇന്ത്യ ഹീസ് JRD ടാറ്റ. JRD Tata is the first pilot in India. JRD Tata. Next question, 33. The first to qualify for Indian civil service, he is Satyendra Nath Tagore. Satyendra Nath Tagore is the first Indian to qualify Indian civil service. The father of Indian civil service, Lord Cornwallis. Clear അല്ലേ? ഫസ്റ്റ് ടു ക്വാളിഫൈ ഫോർ ഇന്ത്യൻ സിവിൽ സർവീസ് സത്യേന്ദ്രനാഥ് ടാഗോർ. ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് ലോർഡ് കോൺവാലിസ്. അടുത്ത ചോദ്യം, 34ാമത്തെ ചോദ്യം, ഫസ്റ്റ് ഓർഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ ആദ്യത്തെ ഓർഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഏതാണ്? ഉത്തരം നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ സർവകലാശാല. നളന്ദ യൂണിവേഴ്സിറ്റി. ഹൂ അറ്റാക്ട് നളന്ദ യൂണിവേഴ്സിറ്റി? ഹീസ് ആ പിക്ചറിൽ കാണുന്ന ബക്തിയാർ ഖിൽജി അല്ലേ? ബക്തിയാർ ഖിൽജി ആണ്. ബക്തിയാർ ഖിൽജി ഈസ് ദ മാൻ ഹു അറ്റാക്ഡ് നളന്ദ യൂണിവേഴ്സിറ്റി. ബക്തിയാർ ഖിൽജി ഈസ് ദ മാൻ ഹു അറ്റാക്ഡ് നളന്ദ യൂണിവേഴ്സിറ്റി. അവസാനത്തെ ചോദ്യം, 35ാമത്തെ ചോദ്യം, ഫസ്റ്റ് ഇന്ത്യൻ മിസൈൽ. ഇറ്റ് ഈസ് പൃഥ്വി. ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ മിസൈൽ. ഇറ്റ് ഈസ് എ സർഫസ് ടു സർഫസ് മിസൈൽ. ടൈപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? സർഫസ് ടു സർഫസ് മിസൈലാണ് പൃഥ്വി. സർഫസ് ടു സർഫസ് മിസൈൽ ഡെവലപ്ഡ് ബൈ DRDO. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഇത് സ്ഥാപിതമാവുന്നത് 1958 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇപ്പോഴത്തെ ചീഫ് ആരാണ്? ഇപ്പോഴത്തെ ചീഫ് ഡോക്ടർ ജി സതീഷ് റെഡ്ഡി. ഡോക്ടർ ജി സതീഷ് റെഡ്ഡി ഈസ് ദ കറണ്ട് ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചീഫ് ഓഫ് ഫസ്റ്റ് ഇന്ത്യൻ മിസൈലായിട്ടുള്ള പൃഥ്വിയെ ഡെവലപ്പ് ചെയ്ത DRDOയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ ജി സതീഷ് റെഡ്ഡി. അപ്പോൾ പൃഥ്വി എന്ന് പറയുന്ന മിസൈലിനെ ഡെവലപ്പ് ചെയ്ത ആരാണ്? DRDO ആണ്. 1958 സ്ഥാപിതമായി. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇത് ഒരു സർഫസ് ടു സർഫസ് മിസൈൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് പാർട്ട് ഇന്ത്യയിൽ ആദ്യം എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, സ്റ്റേ ട്യൂൺഡ്. ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റാറ്റിക് GK
മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് സ്റ്റാറ്റിക് ജി കെയുടെ ഏത് ചോദ്യവും ഈസിയായി അനായാസമായി എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിന് കാണും വരെയും ടാറ്റ ബൈ ബൈ, സി യു, ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.